ക്യാൻസറിനെതിരെ ധീരമായി പോരാടുന്ന നടിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ രേണുസുധിയുടെ ഏറ്റവും പുതിയ ഇൻസ്റ്റഗ്രാം റീലുകൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ്. 2ാം കീമോതെറാപ്പി പൂർത്തിയാക്കി 3ാമത്തെ കീമോയ്ക്കായി കാത്തിരിക്കുന്നതിനിടയിലാണ് താരം 2 ഡാൻസ് റീലുകൾ ആരാധകർക്കായി പങ്കുവച്ചിരിക്കുന്നത്. ഇനി 31ാം തീയതിയാണ് താരത്തിന്റെ 3ാമത്തെ കീമോ വരുന്നത്. സോഷ്യൽ മീഡിയ താരമായ രേണുസുധിയുടെ പുതിയ ഡാൻസ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. അർബുദത്തിന് ചികിത്സയിലിരിക്കെയാണ് രേണു മനോഹരമായ ഡാൻസ് വീഡിയോയിലൂടെ വീണ്ടും ആരാധകരുടെ കയ്യടി നേടുന്നത്. ചികിത്സയുടെ ഭാഗമായി പിക്ക് ലൈൻ ഇട്ട കൈയുമായിട്ടാണ് രേണു ഡാൻസ് ചെയ്യുന്നത്. കയ്യിൽ നീണ്ട ബാൻഡേജുമായി ഡാൻസ് ചെയ്യുന്ന രേണുസുധിയെ വീഡിയോയിൽ കാണാം. ആകാശഗംഗ എന്ന ചിത്രത്തിലെ വൈകാശി തിങ്കളിറങ്ങും എന്ന ഗാനത്തിനാണ് താരത്തിന്റെ മനോഹരമായ ഡാൻസ്. വേദനകൾക്കിടയിൽ നിന്നാണ് ഈ ഡാൻസ് വീഡിയോ ചെയ്യുന്നതെന്ന് രേണു കുറിച്ചു. ഫുൾ കൈ ഇനി ഇടാൻ പാടില്ല, വേദനയാണ്, അതുകൊണ്ട് പുതിയ സൽവാർ ഇങ്ങനെയാണ് ചേച്ചി തയ്ച്ചു തന്നത്. രേണുസുധിയുടെ വാക്കുകൾ ഇങ്ങനെ. രേണുവിന്റെ ഡാൻസ് വീഡിയോയിൽ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും ചൊരിയുകയാണ് ആരാധകർ. ശരിക്കും നിങ്ങളൊരു പോരാളിയാണ്, സമ്മതിക്കുന്നു ഈ ധൈര്യത്തെ എന്നാണ് ഒരാൾ കമന്റായി കുറിച്ചത്. ഓരോ നിമിഷവും സന്തോഷവതിയായിരിക്കുക ചേച്ചി എന്നാണ് മറ്റൊരു കമന്റ്. കൈ അനക്കരുത് എന്ന് സ്നേഹത്തോടെ നിർദ്ദേശം നൽകുന്നവരെയും കമന്റ് ബോക്സിൽ കാണാം. രേണുവിനായി പ്രാർത്ഥിക്കുന്നുണ്ടെന്നും ആരാധകർ കുറിക്കുന്നു. അന്തരിച്ച കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യയാണ് സോഷ്യൽ മീഡിയ താരമായ രേണുസുധി. അടുത്തിടെയാണ് താരം സ്തനാർബുദ ബാധിതയാണെന്ന് വെളിപ്പെടുത്തിയത്. ചികിത്സയുടെ വിവരങ്ങളും രേണു ആരാധകരുമായി 2ാമത്തെ കീമോയ്ക്ക് ശേഷമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും ജീവിതത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന രേണുസുധിയുടെ ഓരോ പോസ്റ്റും ആരാധകർക്ക് പ്രതീക്ഷയാണ് നൽകുന്നത്. 3ാം കീമോയ്ക്ക് മുന്നോടിയായി പങ്കുവച്ച ഈ ഡാൻസ് റീലുകളും അതിന് തെളിവായി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ രേണുവിൻ്റെ ജീവിതത്തിലെ മറ്റൊരു സന്തോഷ നിമിഷമാണ് ഇന്നത്തേത്. രേണുവിൻ്റെ യൂട്യൂബ് ചാനലിന് സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷം കൂടി രേണു പങ്കുവയ്ക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു സമ്മാനം എന്നെ തേടി വരുമെന്ന്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ഓരോരുത്തരുമാണ് എനിക്ക് ഇങ്ങനെ ഒരു സമ്മാനം കിട്ടാൻ ഇടയാക്കിയത് എന്നുള്ള കമൻറ്റും രേണുസുധി പങ്കുവച്ചിരിക്കുകയാണ്. നിരവധി പേർ രേണുവിന് ആശംസകൾ അറിയിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നും മോചിതയാകാൻ സാധിക്കട്ടെ എന്നാണ് രേണുവിനോട് ആരാധകർക്ക് പറയാനുള്ളത്. അതുപോലെ രേണുവിൻ്റെ വളർത്തുമകനായ കിച്ചു, അതുപോലെ സുധിയുടെ മകനായിട്ടുള്ള കിച്ചു രേണുവിനെ കാണാൻ വന്നോ എന്ന തരത്തിലുള്ള ഒരുപാട് കമൻറ്റുകളുമുണ്ട്. കിച്ചു രേണുവിനെ കാണാൻ വന്നെന്നും എന്നാൽ രേണുവിനെ കാണാൻ സാധിച്ചില്ല എന്നും കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. രേണു ക്യാൻസർ രോഗബാധിതയാണെന്ന് അറിഞ്ഞിട്ട് പോലും കിച്ചു ഒരു തവണ പോലും കാണാൻ വന്നില്ലെന്നും സോഷ്യൽ മീഡിയയെ ബോധിപ്പിക്കാൻ വേണ്ടി രേണുവിനെ കാണാൻ കിച്ചു പോകുന്നു എന്ന തരത്തിലുള്ള വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രേണുവും അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. രേണുവിനെ ഇനി ഒരിക്കലും കിച്ചു കാണാൻ പോകില്ല എന്നുള്ള തരത്തിലുള്ള വാദങ്ങളും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. കാരണം അങ്ങനെയാണ് രേണു കിച്ചുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിലാണ് ഈ വാർത്തകൾ വൈറലാകുന്നത്.